പിടി ഉപ്പുണ്ടെങ്കിൽ എടുത്തോളൂ. ഇനി എലിയും പല്ലി പാറ്റ ഒന്നും ബാക്കി ഉണ്ടാകില്ല. ഇന്നത്തെ കാലത്തും എലിശല്യമില്ലാത്ത വീടുകൾ വളരെ കുറവായിരിക്കും അല്ലേ? ഇവ ഉണ്ടാക്കുന്ന ദുരിതം പറഞ്ഞാലും തീരില്ല. എലികളെ തുരത്താനുള്ള സകല വിദ്യകളും പരീക്ഷിച്ച് ഒടുവിൽ പരാജയപ്പെട്ടവരായിരിക്കും നമ്മളല്ലേ. അപ്പം നമുക്ക് അതിനെ തുരത്താൻ വേണ്ടി ഒരു പിടി ഉപ്പ് മാത്രം മതി. അത് എങ്ങനെയാന്ന് കണ്ടു നോക്കൂ. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉപ്പ് കൊണ്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാരണം ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം. ഞാൻ ഇവിടെ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു തുണി കഷ്ണവും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നേരെ ആ തുണി കഷ്ണം ഒന്ന് നമ്മൾ വിരിച്ചിട്ടിട്ട് അതിലേക്ക് ആ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും. 1 ടീസ്പൂൺ ഉപ്പോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു തുള്ളി ഡെറ്റോളാണ് കേട്ടോ. അപ്പോൾ ആ ഉപ്പിലേക്ക് ഡെറ്റോൾ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് കിഴി കെട്ടിയെടുക്കുക. ഇതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ ഡെയിലി വാഷിംഗ് മെഷീനൊക്കെ യൂസ് ചെയ്യുന്നവരല്ലേ. അപ്പോൾ നമ്മൾ തുണിയൊക്കെ അലക്കി കഴിയുമ്പോൾ ചില ദിവസങ്ങളിൽ നമ്മൾ തുണി അലക്കാതൊക്കെ നല്ലതുപോലെ മൂടി വെക്കാറാണ് പതിവ്. അപ്പോൾ ഈ വാഷിംഗ് മെഷീനിൽ ഈ അണുക്കൾ പോലെയുള്ളതും അത് മാത്രമല്ല ബാഡ് സ്മെല്ലും ഉണ്ടാവും. അപ്പോൾ ഈ ഇങ്ങനെ മൂടി വെച്ചിരിക്കുന്ന കാരണം നമ്മൾ എപ്പോൾ തുണി എടുക്കാൻ വേണ്ടി അത് തുറക്കുമ്പോൾ ആ വാഷിംഗ് മെഷീൻ ഒരു സൈസ് ബാഡ് സ്മെല്ലുണ്ടാകും. അത് മാത്രമല്ല അതിൻ്റെ അത് ഉറുമ്പ്, പല്ലി, പാറ്റ ഒക്കെ കയറിയിരിക്കാൻ ചാൻസ് കൂടുതലാണ്. ഈ വാഷിംഗ് മെഷീൻ്റെ സൈഡുകളിലെല്ലാം ഈ പല്ലിയൊക്കെ കയറിയിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ വാഷിംഗ് മെഷീൻ തന്നെ അടിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് മിക്സി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഇലക്ട്രോണിക്സ് സാധനങ്ങളെല്ലാം നശിപ്പിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. അപ്പോൾ ആ ഒരു സാധനം നമ്മൾ കിഴി കെട്ടിയത് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വെക്കുക. പിറ്റേ ദിവസം നമ്മൾ തുണി അലക്കാൻ നേരത്ത് തുറക്കും നല്ലൊരു സ്മെല്ലായിരിക്കും, ഡെറ്റോളിൻ്റെയൊക്കെ സ്മെല്ലായിരിക്കും. അതുകൊണ്ട് തുണി അലക്കാൻ നേരത്ത് ആ ഒരു കിഴി എടുത്ത് മാറ്റിയതിന് ശേഷം തുണി അലക്കുക. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെ വീട്ടിലെ ചായയൊക്കെ വെക്കുന്ന എത്ര കറ പിടിച്ച പാത്രമാണെങ്കിലും നമ്മളൊരു തുള്ളി വെള്ളം ഒന്നുമില്ലാതെ തന്നെ ഒരു സ്പൂൺ ഉപ്പ് കൊണ്ട് നമുക്ക് എങ്ങനെ ക്ലീൻ ആക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഉരച്ചെടുക്കുവാണെങ്കിൽ സോപ്പോ ഡിഷ് വാഷോ ഒന്നുമില്ലാതെ തന്നെ നമ്മുടെ എത്ര ചായക്കറ പിടിച്ച പാത്രവും നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. വെട്ടി തിളക്കി എടുക്കാൻ കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് ഉടച്ചു കൊടുത്താൽ മാത്രം മതി. ഇത് കണ്ടില്ല നല്ലപോലെ തിളങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യങ്ങളിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇതുപോലൊരു ഫ്ലാസ്കിൻ്റെ ഒരു അടപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്ലാസ്ക് പോയത് കാരണം ഈ ഒരു അടപ്പ് ഞാൻ മാറ്റി വെച്ചിട്ട്, അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ആ ഒരു കപ്പിലേക്ക് ഞാൻ കുറച്ച് ഉപ്പുകല്ല് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം ഉപ്പുകല്ല് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കംഫർട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അത് നല്ല സ്മെല്ലുള്ള എന്ത് സാധനമാണെങ്കിലും നിങ്ങൾക്ക് അതിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് ഉപ്പുകല്ല് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കംഫർട്ടും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കവർ ചെയ്യുക. അതിനുശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്തിട്ട് നമ്മൾ ഈ ബാഡ് സ്മെല്ല് ബാത്റൂമിൽ, ഈ കിച്ചണിൽ അങ്ങനെയൊക്കെ ഉള്ള ഏതെങ്കിലും ഭാഗത്ത് ബാഡ് സ്മെല്ലൊക്കെ തങ്ങി നിൽക്കുക. അത് കാര്യം നമ്മുടെ ഈ മീനൊക്കെ മത്തിയൊക്കെ പൊഴിക്കുമ്പം ചില സമയം ആ മത്തിയുടെയൊക്കെ സ്മെല്ലൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനൊരു സാധനം വീട്ടിലുണ്ടെങ്കിൽ ഒരു സ്മെല്ല് വരുത്തേ ഇല്ല കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ ബാത്റൂമിലൊക്കെ കുട്ടികളൊക്കെ കയറി ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും വെള്ളമൊക്കെ ഒഴിക്കാതെ ഇറങ്ങുമ്പോൾ ഒരു സൈസ് സ്മെല്ലായിരിക്കും. വെള്ളം ഒഴിച്ചിട്ടെന്ന് പറഞ്ഞാലും ബാത്റൂമിലൊക്കെ ഭയങ്കര സ്മെല്ല് വരും. അന്നപ്പോൾ ഇതൊന്ന് നമ്മുടെ ഇതിൻ്റെ ബാത്റൂമിൻ്റെ ഫ്ലഷ് അടിക്കുന്ന ഒരു ഭാഗത്തായിട്ട് ഇതിന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് എപ്പോഴും നിറഞ്ഞു നിൽക്കും. നല്ലൊരു സ്മെല്ല് കംഫർട്ടിൻ്റെ ഒക്കെ നിറഞ്ഞു നിൽക്കും. ഇത് ഉപ്പ് അതിനെ അബ്സോർവ് ചെയ്യുന്നതായിരിക്കും, ബാഡ് സ്മെല്ല് അബ്സോർവ് ചെയ്യുന്നതായിരിക്കും. ഇത് ഞാൻ ഇപ്പോൾ അലമാരിയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അലമാരിയിലുള്ള പല്ലി, പാറ്റ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ഇറങ്ങി പോകുന്നതായിരിക്കും. തുണിയൊക്കെ നമ്മൾ വല്ലപ്പോഴൊക്കെ അലമാരി തുറക്കുമ്പോഴത്തേക്ക് ആ അലമാരിയിൽ ഒരു സൈസ് ബാഡ് സ്മെല്ല് തങ്ങി നിൽക്കും, അത് പോകുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ്. നമ്മുടെ വീട്ടിലെ പെറ്റുപരിക്ക് വരുന്ന എലികളെ പാറ്റകളെ എല്ലാം തുരത്താൻ വേണ്ടിയിട്ട് സൂപ്പർ ടിപ്പാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. അതായത് ഞാനിപ്പോൾ നമ്മളെ വീട്ടിൽ അധികം ഉപയോഗിക്കാത്ത ഒരു പാത്രം എടുക്കുക. ഇപ്പം ഞാൻ നമ്മുടെ ഡസ്പാനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നല്ല കട്ടയായിട്ടുള്ള കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കഞ്ഞിവെള്ളം വളരെ നല്ലതാണ്. എലീനും പല്ലീനും പാറ്റാനും ഒക്കെ വീട്ടിലും തുരത്താനായിട്ട് അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണണേ. അതിപ്പോൾ നമ്മൾ വീട്ടിൽ എലിയെ പിടിക്കാൻ വേണ്ടി പൂച്ചയെയും വളർത്തിയും കെണി വെച്ചും വിഷം പുരട്ടിയ ഭക്ഷണം വെച്ചും 18 ഇടവും നമ്മൾ പയറ്റിയിട്ടാണ് നിൽക്കാറില്ല. പക്ഷെ അതിലൊക്കെ നമ്മൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഈ ഒരു പിടി ഉപ്പ് കൊണ്ട് ഈ കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുത്ത് നിങ്ങളത് വെച്ച് നോക്കൂ, നല്ല റിസൾട്ട് കിട്ടും. നമ്മുടെ വീട്ടിൽ നിന്ന് പരിസരങ്ങളിൽ നിന്നും അത് പോകുന്നതായിരിക്കും. അപ്പോൾ ആ കഞ്ഞിവെള്ളത്തിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് കല്ലുപ്പാണ് ഇട്ട് കൊടുത്തത്. ഈ കല്ലുപ്പ് തന്നെ ഇട്ട് കൊടുക്കണം. അത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ എലി, പല്ലി, പാറ്റ വരുന്ന ഏത് വഴിയാണോ അവിടെ നിങ്ങൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ 100% റിസൾട്ട് കിട്ടുന്നതായിരിക്കും. എലിയും പല്ലിയും പാറ്റ ഒക്കെ
തലതല്ലി ഓടും. നമ്മുടെ വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് പോകുന്നതായിരിക്കും കേട്ടോ. ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് ഇത് പോകുന്നതായിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഒരു ടിപ്പ് പറഞ്ഞു തരാം. അതും എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. കല്ലുപ്പിട്ട വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് 2-3 കഷ്ണം ഗ്രാമ്പൂവും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ചതച്ച് തിളപ്പിച്ചാറി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ലൈസോളോ അതുപോലെ അങ്ങനെ ഹാർപ്പിക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിക്കുക. എന്നിട്ട് നിങ്ങളുടെ വീട് എലികളും പല്ലികളും വരുന്ന സൈഡുകളിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് വെക്കുക. 100% അത് നമ്മുടെ വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരത്തോട്ട് പോലും എലിയും പല്ലിപ്പാറ്റ ഒന്നും അടുക്കില്ല. അത് നിങ്ങളൊന്ന് ചെയ്ത് വെക്കുക. അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കഞ്ഞിവെള്ളം ഞാനിങ്ങനെ ഇതൊക്കെ ചെയ്ത കഞ്ഞിവെള്ളം ഞാൻ വെച്ച് കൊടുക്കുക നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ ഭാഗത്താണ്. തണുപ്പ് പറ്റിയിരിക്കുന്ന കാരണം നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട്. അവിടെ ഭയങ്കര ശല്യമായിരുന്നു. ഈ ഇടയ്ക്ക് പാത്രങ്ങളെല്ലാം കഴുകി വെച്ചത് ഫുള്ള് നശിപ്പിച്ച് വെച്ചിരുന്നു എലിയെ. ഇപ്പം ഞാൻ അവിടെയാണ് ഇന്ന് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ പാറ്റയുടെ ശല്യം വളരെ കൂടുതലാണ് കേട്ടോ. ആ ഒരു സൈഡിൽ വെച്ച് കൊടുക്കണം. പാറ്റ കൂട്ടമായിട്ട് സത്തി വീരും. അതുപോലെ പല്ലി എലികളൊക്കെ വന്ന് എടുത്ത് വയറ്റിനകത്ത് ചെന്ന് കഴിയുമ്പോൾ പരിവേഷം എടുത്ത് വീട്ടിൽ നിന്ന് പോകുന്നതായിരിക്കും. 100% റിസൾട്ട് കിട്ടും. അപ്പോൾ ഒരു തവണയെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും കേട്ടോ. ഇനി അടുത്ത ടിപ്പ് ഉപ്പ് കൊണ്ടുള്ള ടിപ്പ് തന്നെയാണ്. ഈ ഒരു ടിപ്പിൽ നമുക്ക് എലീനെയും പല്ലീനെയും മാത്രമല്ല നമ്മുടെ സിങ്ക് വരെ വെട്ടിത്തിളങ്ങിക്കാൻ പറ്റും. ഉപ്പുകറ പിടിച്ച സിങ്ക് പോലും വെട്ടിത്തിളങ്ങി കേട്ടോ. ഉപ്പുകറ കളയാൻ ഉപ്പ് കൊണ്ട് തന്നെ നമുക്ക് സിങ്ക് പിടിപ്പിക്കാം. അതായത് ഞാനൊരു കപ്പിലേക്ക് 2 ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല ഒരു റിയാക്ഷൻ അവിടെ നടക്കുന്നതാണ് കേട്ടോ. പതഞ്ഞ് പൊങ്ങി വരും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഹാർപ്പിക്ക് കൂടെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നല്ലപോലെ പതഞ്ഞിട്ട് നല്ല പതഞ്ഞ് പൊങ്ങി വരും. അപ്പോൾ അതിന് ഇച്ചിരി വലിയ ബൗൾ എടുക്കും. നല്ലതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ കുറച്ച് ഉണ്ടാക്കുന്നത് കൊണ്ട് നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ നമുക്ക് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ വലിയൊരു ബൗളിലേക്ക് ആക്കിയെടുക്കണം. നല്ല പതഞ്ഞ് പൊങ്ങി അത് വെളിയിൽ ചാടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാണ്ട് ഇതുപോലെ പതഞ്ഞ് പോകും കേട്ടോ. അതിനുശേഷം നമ്മുടെ ഉപ്പുകറ പിടിച്ച സിങ്കിലും അതുപോലെ ബാത്റൂം വരെ ക്ലീൻ ചെയ്യാൻ സൂപ്പറാണ് കേട്ടോ. ഒരു പിടി കല്ലുപ്പുണ്ടെങ്കിൽ നമ്മുടെ ബാത്റൂം വരെ വെട്ടിത്തിളങ്ങും. ആ വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. അതും കാണാത്തവരൊന്നും പോയി കണ്ടു നോക്കും. അപ്പോൾ കണ്ടില്ല സിങ്കിൻ്റെ ഒരു കോലം കണ്ടോ. നമ്മൾ ദിവസം ജോലി ചെയ്ത് സിങ്കിൽ പാത്രം കഴുകുക, മീൻ വെട്ട്, ജോലി നമ്മൾ സിങ്ക് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് നമ്മൾ എത്ര കഴിയിട്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇടയ്ക്കൊക്കെ എങ്ങനെ കുട്ടികളാണെങ്കിലും കൊണ്ട് എച്ചൊക്കെ തള്ളും, അങ്ങനെ ചെറിയ ബ്ലോക്ക് ആകും, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ എണ്ണമയമൊക്കെ പിടിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. പിന്നെ സോപ്പിട്ട് കഴിയാൽ പോലും എണ്ണയുടെ ഒരു അംശങ്ങൾ അവിടെ ഇവിടെയൊക്കെ കാണും. അന്നപ്പോൾ നമുക്ക് ആ ഒരു ഇതിലേക്ക് ഈ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ ഈ സൊല്യൂഷന് നമ്മുടെ സിങ്കിലേക്ക് കുറച്ചിങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ കറ പിടിച്ചിരിക്കുന്ന കറ പിടിക്കുമല്ലോ ചില വെള്ളത്തിലൊക്കെ ഉപ്പ് കറയുണ്ട്. അതൊക്കെ പിടിച്ച ഭാഗത്തേക്ക് കൂടുതലായിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് കുറച്ച് നേരം ഒന്ന് ഇട്ട് വെച്ചേക്കണം കേട്ടോ. ഇപ്പം നമ്മളിത് ഒഴിക്കുന്ന കൂടെ തന്നെ അത്രയും ഭാഗത്തെ എണ്ണമയവും ആ ഉപ്പ് കറയൊക്കെ നല്ല തെളിഞ്ഞ് സിങ്ക് വരുന്നുണ്ട് കേട്ടോ. നല്ല തിളങ്ങി തന്നെ വരുന്നുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 പിടി കല്ലുപ്പോട് ഇട്ട് കൊടുക്കണം കേട്ടോ. കല്ലുപ്പ് ഇതിന് കൂടെ മിക്സ് ചെയ്യാതെ തന്നെ കല്ലുപ്പ് ചുമ്മാ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കണ്ട ഇതേ രീതിയിലൊന്ന് ഇട്ട് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമുക്ക് സ്ക്രബ്ബർ കൊണ്ട് പഴയ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ നമ്മൾ കളയാതെ മാറ്റി വെക്കണം. കാര്യം അത് സിങ്കൊക്കെ കഴുകാൻ നല്ലതാണ് കേട്ടോ. നമ്മൾ പാത്രം കഴുകുന്ന എടുത്തിട്ട് സിങ്ക് കഴുകുകയാണ്, പിന്നെ അത് ഉപയോഗിക്കാൻ കൊള്ളില്ല. അപ്പോൾ പഴയ ഒരു സ്ക്രബ്ബർ ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതൊരു പ്രത്യേകിച്ച് ഇതിന് സോപ്പ് പൊടിയോ ഡിഷ് വാഷോ സിങ്ക് കഴുകാൻ വേറെ ഒരു ഇതും വേണ്ട. ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി. അതിനുശേഷം നമ്മൾ നല്ലപോലെ ഇതുപോലെ ഒന്ന് തേച്ച് കഴുകുക. നിങ്ങൾക്ക് സിങ്ക് കൈയിട്ട് ഇങ്ങനെ കഴുകാൻ ബുദ്ധിമുട്ടുള്ളവർ പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഗ്ലൗസോ ഇട്ടിട്ട് നിങ്ങൾ സിങ്ക് വൃത്തിക്ക് കഴുകുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ തേച്ച് കൊടുത്ത ശേഷം കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്ത് നോക്കൂ. നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. വെട്ടിത്തിളങ്ങി കിട്ടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ സിങ്ക് അടിപൊളിയായിട്ട് ഇവിടെ തേച്ച് കഴുകിയിട്ടുണ്ട്. തേച്ച് കഴുകിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നോക്കാം. അപ്പം തന്നെ ആ ചെളിയും ആ കറയെല്ലാം മാറിയിട്ട് എത്ര പഴകിയ സിങ്ക് നമുക്ക് വെട്ടി തിളക്കിയെടുക്കാൻ പറ്റും. അതുമാത്രമല്ല വാഷ് ബേസിൻ, ബാത്റൂം, ഈ ബാത്റൂമിലൊക്കെ നമ്മൾ ഹാർപ്പിക്ക് ഡയറക്റ്റായിട്ട് ഒഴിച്ചിട്ടല്ലേ കഴുകാറുള്ളത്. പക്ഷെ ഇങ്ങനെ നിങ്ങളത് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു കുപ്പി നിറച്ച് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഹാർപ്പിക്ക് ലാഭിക്കാം. അതുപോലെ നമ്മുടെ ബാത്റൂമും ക്ലോസറ്റും എല്ലാം വെട്ടിത്തിളങ്ങും. ഈ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും നേരിട്ട് ഹാർപ്പിക്ക് ഒഴിക്കാതെ ഇതുപോലെ ചെയ്തിട്ട് കല്ലുപ്പും കൂടി ഇട്ടിട്ട് നിങ്ങൾ ബാത്റൂമും ടൈൽസും ഒക്കെ ഒന്ന് നല്ലപോലെ തേച്ച് കഴുകി നോക്കൂ. അടിപൊളിയായിട്ട് വെട്ടിത്തിളങ്ങും. എപ്പോഴും ഹാർപ്പിക്ക് മേടിച്ച് ഓടി നടന്ന് കാശ് കളയേണ്ട വേറെ ഒരു കാര്യമില്ല. അപ്പോൾ
അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഒരു ബാഡ് സ്മെല്ലൊക്കെ അപ്പോൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ ബ്ലോക്കുകളെല്ലാം മാറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. കണ്ടില്ലേ നമ്മുടെ സിങ്ക് വെട്ടിത്തിളയും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ തുറപ്പിനു മുതൽ എലികളെല്ലാം വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും പോകുന്നതായിരിക്കും. ഒരു പിടി കല്ലുപ്പ് മാത്രം മതി. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.